ഇതിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഔട്ടിംഗ് ആയിരുന്നു ഇത്. അന്നൊരു സൺഡേ ആയിരുന്നു. അപ്പം ആദ്യമായിട്ട് ഔട്ടിംഗ് പോണതിൻ്റെ ത്രില്ലിലായിരുന്നു മക്കളെല്ലാം. 4 പേരും നല്ല ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ട് ലൈബ്രറിയിൽ വന്നിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ അതൊരു ബീച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ടാണ് പോയത്. ബീച്ച് സൂര്യ ബീച്ച് എന്നാണ് പേര്. നമ്മളുടെ ഒരു മലയാളി ചേട്ടൻ നടത്തുന്ന ബീച്ചാണ്. പുള്ളിക്കാരന് ഒരു റെസ്റ്റോറൻറ്റും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. 4 പേർക്കും ഭയങ്കര ത്രില്ലായിരുന്നു. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്ന് വീട്ടിൽ നിന്നേ അവർ പ്ലാൻ ചെയ്ത് വന്നു. അഡീഷണൽ ഡ്രസ്സൊക്കെ ആയിട്ടാണ് 4 പേര് വന്നത്. അപ്പോൾ ആദ്യം തന്നെ വന്ന ഉടനെ സ്വിമ്മിംഗ് പൂളിൽ കയറണമെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. പിന്നെ അവിടെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനും സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം അതൊക്കെ പോയി കണ്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ജസ്റ്റ് കണ്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് വന്ന് അതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പതുക്കെ ഹട്ടിലൊക്കെ കുറച്ച് നേരം ഇരുന്നു സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങി. അപ്പോഴേക്കും അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് ഇവിടുത്തെ പിള്ളേർ, ഈ നാട്ടിലെ പിള്ളേരൊക്കെ കുറച്ച് പേര് സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്നുണ്ടപ്പം അപ്പം തന്നെ അവർക്ക് ഇറങ്ങണം. പ്രത്യേകിച്ച് സാനുമോൾ ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ്. ആൾക്ക് അപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവളുടെ ആഗ്രഹമല്ലേ എന്നോർത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവളെ ഇറക്കി. അപ്പോൾ തന്നെ അവിടുത്തെ കുട്ടിയായിട്ട് അവൾ പെട്ടെന്ന് കൂട്ടായി. ഇത് കുട്ടികൾക്കുള്ള പൂളാണ്. ഇവിടെ തന്നെ 2 പൂളുണ്ട്, കുട്ടികൾക്ക് വേറെ വലിയവർക്ക് വേറെ. നമ്മൾ കുട്ടികൾക്കുള്ള പൂളിലാണ് ഇവരെ ഇറക്കിയത്. അപ്പോൾ സാനുമോൾക്ക് അവിടെയുള്ളൊരു കുട്ടിയായിട്ട് പെട്ടെന്ന് കൂട്ടായി. ആ കുട്ടി തന്നെ അവളെ പിടിച്ചോളാം, കെയർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവർ 2 പേരും കൂടെ പൂളിൽ കളിച്ചു, എൻജോയ് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. സൺഡേ അല്ലെങ്കിലും പൊതുവേ ബീച്ചിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ്. അന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സാനുമോൾ ഞങ്ങൾ കയറുന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവൾ കയറത്തില്ല. അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പം കയറാനേ തോന്നുന്നില്ല. കുറച്ച് നേരം കൂടെ കളിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചേട്ടന്മാരിറങ്ങി. സാനുമോളെ കയറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ മാറ്റി നിർത്തിയപ്പോൾ അവളുടെ ചേട്ടന്മാരും ദേവൂട്ടനും കൂടി ഇറങ്ങി. അപ്പോൾ അവൾ വീണ്ടും കരച്ചിലായി. ചേട്ടന്മാരുടെ കൂടെ കളിക്കണം, അവൾക്ക് ഇനിയും വെള്ളത്തിൽ ഇറങ്ങണം. വീണ്ടും നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ചേട്ടന്മാരുടെ കൂടെയും ദേവൂട്ടൻ്റെ കൂടെയും വീണ്ടും നമ്മളവളെ പൂളിലോട്ട് ഇറക്കി. അപ്പോൾ അവർ 4 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു സ്വിമ്മിംഗ് പൂള്. അത് കഴിഞ്ഞപ്പം പതുക്കെ വിശന്ന് തുടങ്ങി. കയറാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഫുഡ് വന്നു എന്ന് പറഞ്ഞപ്പോൾ 4 പേർക്കും വിശപ്പായി എന്ന് പറഞ്ഞ് ഓടി അവർ കയറി വന്നു. അപ്പം എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ദേവൂട്ടന് ചിക്കൻ പറ്റത്തില്ല, കുറച്ച് സ്പൈസി ആയതുകൊണ്ട് അവന് ഫ്രഞ്ച് ഫ്രൈസും സോസും കൊടുത്തു. ലക്കി ചിക്കനാണ് പറഞ്ഞത്. സാനുമോളും രോഹിത്തും ചിക്കനാണ് പറഞ്ഞത്. അവരൊക്കെ ചിക്കൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ദേവൂട്ടൻ നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ ഇറങ്ങി, തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. സന്ധ്യയായി തുടങ്ങിയതുകൊണ്ട് ഇറങ്ങി. നമുക്ക്